സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശി അങ്ങനെ ആ മാഗസിൻ ദേവന് കൊടുത്തിട്ട് അതിലാ നടുക്കത്തെ പേജ് എടുത്ത് നോക്കാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ ദേവൻ ആ പേജ് എടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ പ്രിയങ്കയുടെ പാട്ടവും പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തയൊക്കെ ഉണ്ടാവും. പുത്തൻ താരോദയം പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആ വാർത്തയൊക്കെ കണ്ടിട്ട് ആകെ ഞെട്ടിലൂടെ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ ദേവൻ. ഈ സമയം മുത്തശ്ശി കയ്യിലൊട്ടിക്കുന്ന ആ പേപ്പറും കൂടി കൊടുക്കുക. ദാ ഈ പത്രം ഒന്ന് നോക്ക്. അങ്ങനെ പത്രത്തിലെ ആ വാർത്തയും കണ്ട് ദേവന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എന്താ ഇതൊക്കെ? ആ സമയം മുത്തശ്ശി പറയണേ, നീ എല്ലാമായി കണ്ട് സ്നേഹിക്കുന്ന നിന്റെ രാധികമോള് തന്നെയാണ് നിന്നെ ചതിച്ചെന്ന് നിന്നോട് പറയാനുള്ള മടി കാരണം തൽക്കാലം ഞാൻ ഇത് പറയാതിരുന്നത്. പക്ഷേ ഇനി നീ ഇത് അറിഞ്ഞില്ലെങ്കിലേ അത് പിന്നീട് പ്രിയങ്കമ്മയുടെ ജീവിതത്തിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിന്നോട് പറയുന്നത്. പ്രിയങ്കയോട് സിനിമയിൽ അഭിനയിക്കരുതെന്ന് നീ താക്കീത് കൊടുത്തതല്ലേ? എന്നിട്ടും നിന്റെ വാക്ക് ധിക്കരിച്ച് നിന്നെ അറിയിക്കാതെ നിന്റെ പുന്നാര രാധികമ്മളുണ്ടല്ലോ, അവൾ തന്നെയാണ് പ്രിയങ്കയെ മ്യൂസിക് സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് കൊണ്ടുവരിക്കുന്നത്. എന്തിനാ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നറിയോ? പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നറിഞ്ഞാൽ നീ അവളെ വെറുക്കും. അതുപോലെ കണിമംഗലത്തുകാരും അവൾ വെറുക്കും. അങ്ങനെ എല്ലാവരെ കൊണ്ട് പ്രിയങ്കയെ വെറുപ്പിക്കണം. എന്നിട്ട് നിന്റെ മനസ്സിൽ ആ പ്രിയങ്കയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അവൾ മാത്രം നിന്റെ മോളായിട്ടിരിക്കണം. അതാണ് അവളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടിയത്. നിനക്ക് വിശ്വാസമില്ലേ? അല്ലെങ്കിൽ നിന്റെ സത്യം മാത്രം പറയുന്ന നിന്റെ മോളോട് തന്നെ നീ ചോദിച്ചു നോക്ക്, അവൾ എന്നെ സമ്മതിക്കും. ഈ സമയം ദേവൻ രാധികേനെ വിളിക്കുക. രാധികയും ഈ സമയം രാധികയും യശോദയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം ദേവൻ ആ മാഗസിൻ രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്താ ഇതൊക്കെ? ഈ സമയം ആ വാർത്ത കൊണ്ട് രാധികയും ആകെ ടെൻഷനിൽ എന്ത് മറുപടി പറയണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം യശോദ ചോദിക്കുക, എന്താ ദേവേട്ടാ? ഈ സമയം ദേവൻ രാധികയുടെ കയ്യിൽ നിന്നും ആ മാഗസിൻ വാങ്ങിച്ചിട്ട് യശോദയുടെ കയ്യിലേക്ക് കൊടുക്കുക. നോക്ക്, എന്താണെന്ന് കാണതിലും. ഈ സമയം അത് കണ്ട് യശോദയും ആകെ അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങളുടെ രണ്ടാളുടെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത്? എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെയും കൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയത്? നീ എന്നോട് മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സത്യം പറ, അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് രാധിക പറയുവാണ് കേട്ടോ. രാധികയുടെ ആ മറുപടി കൂടി കേൾക്കുന്നതോടെ ദേവൻ പൂർണ്ണമായിട്ടും തകർന്നു പോകുവാണ്. അത് ശരി, അപ്പോൾ എന്നെ പറ്റിച്ച് നീ അവളെ സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുപോകുമായിരുന്നു അല്ലേ? അന്നേരം രാധിക പറഞ്ഞു, അത് പിന്നെ അച്ഛ, അങ്ങനെയല്ല, പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ. അന്നേരം മുത്തശ്ശി പറയണേ, കള്ളം പറയല്ലേ, പ്രിയങ്ക മോൾ ആഗ്രഹമൊക്കെ ഉപേക്ഷിച്ചതാണല്ലോ. ദേവൻ പറഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിൽ നിന്ന് ആഗ്രഹം തന്നെ എടുത്തു കളഞ്ഞതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ രക്ഷപ്പെടാനായിട്ട് പ്രിയങ്ക മോളെ കൂട്ടുപിടിക്കാൻ നിൽക്കേണ്ട. ഈ സമയം രാധിക പറഞ്ഞേ, അയ്യോ അച്ഛ, അങ്ങനെയല്ല, പ്രിയങ്ക എന്നോട് സിനിമയിൽ അഭിനയിക്കണമെന്ന് അതവളുടെ വലിയ ആഗ്രഹമാണെന്ന് കാല് പിടിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ. അന്നേരം ദേവൻ ചോദിക്കണേ, ഓ അങ്ങനെ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം തന്നെ അച്ഛനെ പറ്റിച്ച് അവളുടെ ആഗ്രഹം നീ നടത്തി കൊടുക്കുമല്ലേ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും വിശ്വസിച്ചിരുന്നത് നിന്നെയായിരുന്നു. ആ നീ തന്നെ എന്നെ ചതിച്ചല്ലോ. ഈ സമയം മുത്തശ്ശി വരണേ, പ്രിയങ്കയാണ് ഇവളോട് പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ, ആ സംശയം ഇപ്പം തന്നെ തീർത്തേക്കാം. പാവം പ്രിയങ്ക മോള്, ഇവളാണ് ഓരോന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിർബന്ധിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് കുറ്റം പ്രിയങ്ക മോൾക്കായില്ലേ? എന്നാണെങ്കിലും അവളോട് ഇപ്പം തന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. നീ തന്നെ ചോദിക്കും. അങ്ങനെ ഫോണിൽ പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി. അന്നേരം പ്രിയങ്ക കോൾ എടുക്കുക. എന്താ മുത്തശ്ശി? ആ മോളെ, ഞാൻ ദേവന് കൊടുക്കാം. നിൻ്റെ അച്ഛനും നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അങ്ങനെ ഫോൺ ദേവന് കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ദേവൻ ചോദിക്കണേ, പ്രിയങ്കയെ, നീ സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നോ? അതെ, പോയിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സിനിമയിലൊന്നും അഭിനയിക്കേണ്ടെന്ന്. പിന്നെ എന്തിനാ എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ പോയത്? അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അത് പിന്നെ അച്ഛാ, ഞാനും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത്. അത് കേട്ട് രാധിക തന്നെ അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, അച്ഛനോടും അമ്മയോടും പറയാമെന്ന് ഞാൻ പറഞ്ഞതാ. അന്നേരം ചേച്ചി പറയണേ, വേണ്ട, അച്ഛനും അമ്മയും ഇപ്പം അറിഞ്ഞാൽ സമ്മതിക്കില്ല. അതൊക്കെ പിന്നീട് നീ വലിയ ആളായി കഴിയുമ്പോൾ അവർക്കും അത് കാണുമ്പോൾ സന്തോഷമാകും. അവർ നിൻ്റെ പിന്നാലെ വന്നോളും എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. ഇവിടെ കണിമംഗലത്തുള്ളവരോട് പോലും പറയാൻ ചേച്ചി സമ്മതിച്ചില്ല. ഞാൻ കരുതിയത് ഇപ്പോഴെങ്കിലും ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാ. അങ്ങനെ ദേവൻ ദേഷ്യത്തിലെ ഫോൺ കട്ട് ചെയ്യുവാണ്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, കേട്ടില്ലേ, ഇപ്പം മനസ്സിലായില്ലേ ദേവൻ നിനക്ക് എന്താ സത്യമൊന്നും? കണിമംഗലത്തുള്ളവരോട് പോലും അറിയിക്കാനായിട്ട് ഇവളെ സമ്മതിച്ചില്ല. ഇക്കാര്യം ഇനി കണിമംഗലത്തുകാരറിയുമ്പോൾ എന്തായിരിക്കും? പ്രിയങ്കയുടെ ജീവിതമല്ലേ തകരാൻ പോകുന്നത്? അത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. അയ്യോ ഇല്ലച്ച, അങ്ങനെയൊന്നുമല്ല, പ്രിയങ്ക കള്ളോ പറയുന്നത്. ഈ സമയം യശോദയും രാധികയോട് ദേഷ്യപ്പെടുക. എന്താടി ഇതൊക്കെ? എന്തിനാ നീ ഇങ്ങനെ പ്രിയങ്കയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നതോടെ രാധിക കൂടുതൽ സങ്കടമാകുവാണ് കേട്ടോ. ഈ സമയം രാധിക നേരെ അച്ഛൻ്റെ അരികിലേക്ക് പോകുക. അന്നേരം ദേവൻ സങ്കടത്തോടെ രാധികയെ നോക്കിയിട്ട് പറയണേ, ദൈവത്തെക്കാളും നിന്നെ വാക്കിന് ഞാൻ വില കൊടുത്തിരുന്നു. നിന്റെ മേലെ എനിക്കുള്ള വിശ്വാസം അത്ര ഉണ്ടായിരുന്നു. അതെല്ലാമല്ല നീ തകർത്തത്. പൊക്കോ, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണണ്ട. എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ നീ.
അത് കേൾക്കുന്നതും രാധിക സങ്കടത്തോടെ കരഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ പോകുക. ഈ സമയം മുത്തശ്ശി രാധികയുടെ കൈ പിടിച്ച് വലിക്കുക. ദേവന് വേണ്ടാത്ത നിന്നെ ഇനി ഈ ആറ്റുവാശ്ശേരിക്കും വേണ്ടടി, ഇറങ്ങിക്കോണം ഇപ്പോൾ എന്നും പറഞ്ഞ് രാധികയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുവാണ്. ഈ സമയം യശോദ ദേവേട്ടാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അന്നേരം ദേവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വേഗം തന്നെ റൂമിലേക്ക് പോയി വാതിലടക്കുവാണ്. ഈ സമയം യശോദ കുറേ തവണ വാതിലിൽ തട്ടി ദേവനും വിളിക്കാനും മുത്തശ്ശീനെ തടയാനും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേവനാണെങ്കിൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ രാധികയെ പുറത്തേക്ക് പിടിച്ച് തള്ളുവാണ്. എന്നിട്ട് പറയണേ, പൊക്കോണം, ഇനി മേലാ നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത്. ഇനി നിനക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റില്ലടി. നിന്നെ എടുത്തു വളർത്തി ഇത്രമാക്കിയ നിന്റെ അച്ഛൻ തന്നെയാണ് നിന്നെ ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കുന്നതും. എവിടെയാണെന്ന് വെച്ചാൽ പോയി ചാകടി നീ. അങ്ങനെ പറഞ്ഞ് ആ വാതിലടച്ച് മുത്തശ്ശി അവിടെ നിന്നും അകത്തേക്ക് കയറുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞ് അച്ഛന്ന് വിളിച്ച് പുറത്ത് സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയുടെ മനസ്സിലേക്ക് ഫിദാമാൻ പറഞ്ഞ വാക്കുകൾ എത്തുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു 2-3 തവണ ആലോചിക്കണം, എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ ഓർമ്മ വരുവാണ്. അതോർത്തിട്ട് ഫിദാമാഡത്തിൻ്റെ അരികിലേക്ക് പോയാലോ എന്ന് ഒരു നിമിഷം ആലോചിക്കണേ. എന്നിട്ട് പറയണേ, വേണ്ട, അവിടെ പോയാലും എന്നെ സ്വീകരിക്കുമായിരിക്കും, പക്ഷെ അവസാനം അവിടെ നിന്ന് ഇതുപോലെ ഇറങ്ങിപ്പോകേണ്ടി വരും. ഞാനാതെയല്ലേ, എൻ്റെ അച്ഛന് പോലും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് തന്നെ എന്താ കാര്യം? അങ്ങനെ പറഞ്ഞ് എല്ലാം തകർന്ന് എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുവാണ്ടോ രാധികയുടെ. ഈ സമയം യശോദയാണെങ്കിൽ ദേവനെ വാതിലിൽ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. റൂമിൻ്റെ ഉള്ളിൽ ദേവനും ഒത്തിരി വിഷമത്തോടെ ചങ്കുപൊട്ടിയാണ്ട് ഇരിക്കുന്നത്. ഈ സമയം മുത്തശ്ശി എന്ന് യശോദയോട് പറയണേ, നീ എന്തിനാ ഇനി അവനെ വിളിക്കുന്നത്? അവളെ ഞാൻ എന്നേക്കുമായിട്ട് പുറത്താക്കി കഴിഞ്ഞു. ഇനി അവൾക്ക് ഒരിക്കലും ഈ വീട്ടിൽ സ്ഥാനമില്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദയും ആകെ സങ്കടത്തോടെ അവിടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി പമ്മി രാധിക അവിടെ നിന്ന് പോയോന്നറിയാനായിട്ട് വാതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുവാണ്. ഈ സമയം രാധിക ആ രാത്രി മുറ്റത്തു നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുക. അത് കാണുന്നതോടെ മുത്തശ്ശിക്ക് സന്തോഷമാകണേ. ഹാവു, ആ ശല്യം അങ്ങനെ എന്നേക്കുമായിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങി, ഇനി മനസ്സമാധാനത്തോടെ കിടക്കാം. പിന്നീട് കാണിക്കുന്നത് എന്തോ ഒരു ദുസ്വപ്നം കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം അമൃത അങ്ങോട്ടേക്ക് ഓടി വരിക. എന്തോ പറ്റി ശ്യാമേ? എന്താണെന്നറിയില്ല, ഓരോ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണടച്ച മോളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്ന് മോളുടെ പിറന്നാളായിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് മ്യൂസിക് സ്കൂളിൽ എന്തൊക്കെ ഒരുക്കി വെച്ചതാ, എല്ലാം വെറുതെ ആയില്ലേ. മോളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ പോലും കിട്ടുന്നില്ല. എൻ്റെ മോൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിക്കാനിരിക്കുന്ന പോലെ തോന്നുന്നു. മനസ്സിനൊരു സമാധാനമില്ല. ഏട്ടത്തി വൈകിട്ട് വിളിച്ചപ്പോഴും അവളെ ഫോണിൽ കിട്ടിയില്ലല്ലോ. ഇല്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്കുമോ? ഞാൻ വിളിക്കാം. അങ്ങനെ അമൃത ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ഫോൺ എടുക്കുന്നത് മുത്തശ്ശിയായിരിക്കും. ഹലോ, രാധയ്ക്കൊന്ന് ഫോൺ കൊടുക്കുമോ ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശേരനെ, നിങ്ങളാരാ? ഞാൻ അമൃത മേഡം, മ്യൂസിക് സ്കൂളിലുള്ള. നിങ്ങൾക്കെന്താ രാത്രിയൊന്നും ഉറക്കമില്ലേ? രാധികയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? ഫിദ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. ഫിദൻ്റെ അരികിൽ തന്നെയുണ്ട്. അങ്ങനെ ശ്യാമക്ക് ഫോൺ കൊടുക്കുവാണ്ടോ. ഇതാ അവളുടെ മുത്തശ്ശിയാ. അന്നേരം ശ്യാമ ചോദിക്കുക, കണിമംഗലത്തെ മുത്തശ്ശിയാണോ? അതെ, ഞാൻ ആറ്റുവാശ്ശേരിയിലാണ്. ആറ്റുവാശ്ശേരിയിലെ സുകുമാരി അമ്മ. ഇനി വേറെന്തെങ്കിലും അറിയാനുണ്ടോ? അത് രാധികയ്ക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഇത് കൊള്ളാലോ. അവൾ കിടന്നുറങ്ങുക. ഉറങ്ങുന്നവരെ വിളിച്ചെടുപ്പിച്ച് ഞാൻ എന്താ ഫോൺ കൊടുക്കണോ? നിങ്ങൾ വെച്ചിട്ടൊന്ന് പോകുന്നുണ്ടോ? ഈ സമയം ശ്യാമ പറയുക, എനിക്ക് രാധികയോട് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ മര്യാദക്ക് രാധികയ്ക്ക് ഫോൺ കൊടുക്ക്. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, ആഹാ, ഇത് കൊള്ളാലോ. നിങ്ങളെന്താ എന്നോട് കൽപ്പിക്കുന്നോ? എനിക്ക് ഇപ്പോൾ സൗകര്യമില്ല. മേലാൽ ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ടിനി വിളിച്ചേക്കരുത്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി കോള് കട്ടാക്കുവാണ് കേട്ടോ. അതുകൂടി കേൾക്കുന്നതോടെ ശ്യാമക്ക് കൂടുതൽ ടെൻഷനാകുവാണ്. ഏട്ടത്തി, എന്തോ ഒരു പ്രശ്നമുണ്ട്. അവരുടെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നുന്നത്. അവരെന്തോ ഒരു പണി അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈശ്വര, എൻ്റെ മോളും. ശ്യാമ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അപകടം സംഭവിച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. ഭഗവാനെ, എൻ്റെ കുഞ്ഞ്, നമുക്കിപ്പോൾ തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പോയാലോ? അവിടെ ചെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയണം. അന്നേരം അമൃത പറയുവാണ്, അല്ല, തൽക്കാലം നമ്മളിപ്പോൾ അങ്ങോട്ടേ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എന്താണെങ്കിലും കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ രാധിക മോള് തന്നെ നമ്മൾ തിരികെ വിളിച്ചാലോ? ശ്യാമ സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് അമൃത ശ്യാമയെ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിലെ അവിടുത്തെ തറയിൽ മയങ്ങിക്കിടക്കുന്ന രാധികേനെ ആയിരിക്കും കേട്ടോ. ഈ സമയം അമ്പലത്തിൽ പ്രാർത്ഥിക്കാനും മറ്റേ വരുന്നവരൊക്കെ അവിടെ കിടന്നുറങ്ങുന്ന രാധികയെ കാണുന്നുണ്ട്. അവരൊക്കെ രാധികയെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം പെട്ടെന്ന് ബോധം വരുന്ന രാധിക അവിടെ നിന്ന് എണീക്കുക. ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അങ്ങനെ രാധികയ്ക്കാണെങ്കിൽ പെട്ടെന്നൊന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പതിയെ രാധിക അവിടെ നിന്ന് എണീറ്റ് മുമ്പോട്ട് നടക്കുവാണ് കേട്ടോ. രാധികയ്ക്കാണെങ്കിൽ വല്ലാത്ത തളർത്തിയ ക്ഷീണമൊക്കെ ഉണ്ട്. വളരെ ആവശ്യമായിട്ടാണ് രാധിക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. റോഡിലൂടെ നടക്കുമായിരിക്കോട്ടെ രാധിക. ഇതേ സമയത്തായിരിക്കും ഐശ്വര്യയുടെ കാറ് അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഐശ്വര്യയും മാലതിയും സോണിയൊക്കെ ഇറങ്ങുവാണ്. അവരങ്ങനെ അവിടെ നിന്ന് നടന്നു വരുന്ന രാധികയെ കാണുന്നുണ്ട്.
അവൾ വരുന്നുണ്ട്, ഇത്തവണ അവൾ വിട്ടുകളയാനായിട്ട് പറ്റില്ല. അവളെ എത്ര ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ കാറിലേക്ക് കയറ്റണം. എനിക്ക് ആവശ്യമായ പ്രമാണങ്ങളെല്ലാം ഇന്ന് തന്നെ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം. ഈ സമയം മാലതി പറയണേ, ഞാൻ ശ്യാമ മാഡത്തിൻ്റെ സ്റ്റാഫല്ലേ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലായാലോ. അന്നേരം ഐശ്വര്യ പറയണേ, ഇന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഒപ്പെല്ലാം വാങ്ങിക്കുന്നതോടെ ശ്യാമയുടെ സമ്പാദ്യമെല്ലാം നമ്മുടേതാവുകയല്ലേ. അപ്പോൾ നീ എന്തിനാ ശ്യാമയുടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത്? ശ്യാമ തരുന്നതിൻ്റെ 10 ഇരട്ടി ശമ്പളത്തിൽ നിന്നെ എൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ വെക്കും. നീ അങ്ങോട്ടേക്ക് ചെല്ലും. അങ്ങനെ സോണിയ മാലതി നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. സോണിയ എന്നിട്ട് രാധികയോട് മര്യാദക്ക് വന്ന് വണ്ടി കയറി എന്നും പറഞ്ഞ് രാധികയെ പിടിച്ചു വലിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമായിരിക്കും. എന്നാൽ ഈ സമയം രാധിക അവരോട് ഒരു എതിർപ്പും പറയാതെ നേരെ ഐശ്വര്യയുടെ അരികിലേക്ക് നടക്കുവാണ്. എന്നിട്ട് ഡോറ് തുറന്ന് കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. ഇത് കണ്ട് അവർ മൂന്നാൾക്കും ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്താണെങ്കിലും താങ്കൾ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അവരവിടെ നിന്ന് കാറെടുത്ത് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്